ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. എൻ്റെ അമ്മയുടെ പ്രിപ്പറേഷനാണ് കേട്ടോ ഇത്. അമ്മ ചെറുപ്പം തൊട്ടേ നമുക്ക് പല രീതിയിൽ വെളിച്ചെണ്ണ നീരാറ്റി തരാറുണ്ട്. അപ്പോൾ പലതരം മെഡിസിനൽ പ്ലാന്റ്സ് വെച്ചിട്ടാണ് അത് നീരാറ്റി തരാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മണമാണ് ഈ വെളിച്ചെണ്ണക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഈ രീതിയിലാണ് അമ്മ എനിക്ക് ഉണ്ടാക്കി തരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ മലയാളം പേരും പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഇംഗ്ലീഷ് പേരുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എല്ലാ മെഡിസിനൽ പ്ലാന്റ്സ് ഇല്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യില്ല, കാരണം ഇത് കംപ്ലീറ്റ്ലി നമുക്ക് പെട്ടെന്നൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്നും മുടി അങ്ങ് തഴച്ച് വളരുന്നെന്നും ഞാൻ പറയില്ല. പക്ഷേ നമുക്കൊരു പരിധി വരെ നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ താരൻ മാറ്റാനും പിന്നെ പെട്ടെന്നുണ്ടാവുന്ന മുടി നരക്കുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാനും മുടി കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആൻഡ് കുറച്ചുകൂടെ ഒരു കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ഇത് വളരെ നല്ലതാണ്, അതിൽ നോ ഡൗട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ വെളിച്ചെണ്ണേനെ കാണേണ്ടതുള്ളൂ. മാത്രമല്ല നമ്മളെ ഹെയർ ഗ്രോത്തിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് ഹെറിഡിറ്ററിയാണ്. പിന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, പിന്നെ നമ്മുടെ ഉറക്കം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതൊക്കെ. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ നമുക്ക് ഒരു വർഷം വരെ ഒക്കെ നല്ല രീതിയിൽ നമുക്കിത് സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ഉലുവ, കരിഞ്ജീരകം, അതുപോലെ 3-4 ഗ്രാമ്പു, ഇത് ഒന്ന് ചതച്ച് എടുത്താൽ മതി, ഫൈൻ പൗഡർ ആക്കട്ടെ കേട്ടോ. അത് നമ്മൾ പിന്നെ കാണിച്ചിരിക്കുന്ന മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒക്കെ എക്സ്ട്രാക്റ്റ് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ നീരൊന്ന് മാറ്റിയിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് ശേഷമാണ് ഒരു 10 മിനിറ്റ് ഓളം അങ്ങനെ ചെയ്തതിന് ശേഷമാണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് കേട്ടോ. 1 ലിറ്റർ വെളിച്ചെണ്ണ. എന്നിട്ട് അതും കൂടെ ഒന്ന് പാകമായി വന്നതിന് ശേഷമാണ് നമ്മൾ ചെമ്പരത്തിയുടെ പൂക്കൾ, അതൊക്കെ നമുക്ക് ഞാനതിൻ്റെ അളവൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. ചെമ്പരത്തിയും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരവും ടുവേർഡ്സ് എൻഡിൽ അങ്ങ് ആഡ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ നിൽക്കുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണ നല്ല പാകമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഇതൊന്ന് അല്ല മെഡിസിനൽ പ്ലാന്റ്സ് വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Thank you.